ഹായ് എല്ലാവർക്കും എജ്യൂക്കേണ്ട പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ 8th വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ ആൽഫ ഹൈഡ്രജൻ കോൺസെപ്റ്റ് കവർ ചെയ്യുന്നത്. ഈ സീരീസിൽ നമ്മൾ ജെഇ മെയിൻസ്, കീബ്, നീറ്റ് എക്സാമിൻ്റെ എല്ലാ കോൺസെപ്റ്റ് വൈസ് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കോൺസെപ്റ്റ് ആൽഫ ഹൈഡ്രജൻ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനാണ്. സ്റ്റെബിലിറ്റി എന്തിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി? ഡബിൾ ബോണ്ട്, കാർബോകേറ്റയോൺ, ഫ്രീ റാഡിക്കൽ, ഈ മൂന്നെണ്ണത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനാണ് ഈ ടോപ്പിക് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു കാർബോകേറ്റയോൺ ഉണ്ട്, ഫ്രീ റാഡിക്കൽ ഉണ്ട്. ഇത് എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യന് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ നേരെ ആദ്യം ആൽഫ കാർബൺ ഉണ്ടോ എന്ന് നോക്കണം. ആൽഫ കാർബൺ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടിൽ കാർബണുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. കാർബോകേറ്റയോണിൻ്റെ കേസാണെങ്കിൽ ഈ കാർബണിനെ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് ഡയറക്ട്ലി ജോയിൻഡ് ആയിട്ടുള്ള കാർബൺ, ആ കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഫ്രീ റാഡിക്കലിൻ്റെ കേസിലും ആ പർട്ടിക്കുലർ കാർബണിനെ ഡയറക്ട്ലി ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ആ കാർബണിലുള്ള ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ എന്താ ക്ലിക്കായല്ലോ, ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ഈ കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ റെഡ് വെച്ച് ഞാൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഒരു കോമ്പൗണ്ടിലെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അത്രയും അതിൻ്റെ സ്റ്റെബിലിറ്റി കാണും. അതായത് സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആൽഫ ഹൈഡ്രജൻ. സ്റ്റെബിലിറ്റി is directly proportional to number of alpha hydrogen. അതായത് ആൽഫ ഹൈഡ്രജൻ്റെ നമ്പർ കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലും ഈ കാർബോകേറ്റയോണിലും ഈ ഒരു സ്ട്രക്ചറിലും ഏതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് നോക്കും? നിങ്ങൾ ആൽഫ കാർബൺ നോക്കണം. അതായത് ഈ കാർബൺ ഡയറക്ട്ലി ജോയിൻ്റ് ആയിട്ടുള്ള കാർബൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ, ഇതും ആൽഫ കാർബൺ ആണ്. ഇതിൽ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ 3 ഹൈഡ്രജൻ ആയിട്ട്. അപ്പോൾ ടോട്ടൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് ഈ ഒറ്റൊരു കോമ്പൗണ്ട് അല്ലേ. ഇവിടെ എത്ര എണ്ണം കാണുന്നുണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ മാത്രമല്ലേ കാണുന്നുള്ളൂ, ഈ 3 എണ്ണം. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇതായിരിക്കും ഈ കോമ്പൗണ്ടിനെക്കാട്ടും കൂടുതൽ സ്റ്റേബിൾ. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നോക്കിക്കുക, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഏതെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ കാർബോകേറ്റയോൺ ആയിട്ടുള്ള കാർബൺ. അത് ഈ കാർബണാണ് നമ്മുടെ ആൽഫ കാർബൺ, ഡയറക്ട്ലി ജോയിൻഡ് കാർബൺ. അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ കാർബണിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നമ്മുടെ കാർബോകേറ്റയോൺ 2 ആൽഫ കാർബൺ ഉണ്ട്. 2ൽ 3 ഹൈഡ്രജൻ വെച്ചിട്ടുണ്ട്. ടോട്ടൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇതാണ് നമ്മുടെ കാർബോകേറ്റയോൺ. ഇത് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയ കാർബൺ നോക്കണം. ഇവിടെ ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ ഈ കാർബൺ നോക്കണ്ട, അതിലുള്ള ഹൈഡ്രജൻ നോക്കണ്ട, കാരണം അത് ഡയറക്ട്ലി അറ്റാച്ച്ഡ് അല്ല, അത് ഈ കാർബണിൽ അറ്റാച്ച്. നമ്മൾ ഈ കാർബണിൽ, അതായത് കാർബോകേറ്റയോൺ പ്ലസ് ചാർജ് ഉള്ള കാർബണിൽ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണും അതിൻ്റെ ഹൈഡ്രജനാണ് നോക്കേണ്ടത്. ഇതിന് അവിടെ ഒരു റോളില്ല. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഈ കേസ് നോക്കൂ, ഈ കാർബോകേറ്റയോണിൽ ഡയറക്ട്ലി 3 കാർബൺ അറ്റാച്ച്ഡ് ഉണ്ട്. 3ലും 3 ഹൈഡ്രജൻ വെച്ചുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഏതായിരിക്കും? ഇതിനാണ് ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ഉള്ളത്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രീ റാഡിക്കൽ ആണ് കേസ്. 4 ഓപ്ഷൻ ഉണ്ട്, സെയിം ആണ്. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. നേരത്തെ സെയിം കേസാണ്, കാർബോകേറ്റയോണിൻ്റെ സ്ഥലത്ത് ഫ്രീ റാഡിക്കൽ ആണെന്നേ ഉള്ളൂ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഇതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 ആൽക്കീൻ തന്നിട്ടുണ്ട്, അതായത് ഡബിൾ ബോണ്ട്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ നോക്കുക. ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ആൽഫ കാർബൺ. ആൽഫ കാർബൺ എത്ര ഹൈഡ്രജൻ വീതം അറ്റാച്ച്ഡ് ഉണ്ട്? 3 ഹൈഡ്രജൻ വീതം അറ്റാച്ച്ഡ് ഉണ്ട്. അതായത് ടോട്ടൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഡബിൾ ബോണ്ടാണ്. ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. അതിലുള്ള എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ഉള്ളൂ. ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഹൈഡ്രജൻ കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ആൽഫ ഹൈഡ്രജൻ ഒന്നുമല്ല, ഇതാണ് അതായത് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിലുള്ള ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ അല്ല, ഈ ഹൈഡ്രജനും ആൽഫ ഹൈഡ്രജൻ അല്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഏതായിരിക്കും? ഇതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഉള്ള കാർബോകേറ്റയോൺ കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ കാർബോകേറ്റയോൺ, ഡയറക്ട്ലി ജോയിൻ്റ് ആയിട്ടുള്ള കാർബൺ ഇതില്ല. ഇതാണ്. അതിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇത് കാർബോകേറ്റയോൺ, ഡയറക്ട്ലി ജോയിൻ്റ് ആയിട്ടുള്ള ഈ ഹൈഡ്രജൻ കൂട്ടേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി ജോയിൻ്റ് ആയിട്ടുള്ള ഈ കാർബൺ, അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഡയറക്ട്ലി ജോയിൻ്റ് ആയിട്ടുള്ള കാർബൺ ഇതാണ്. അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? അതിൽ ഹൈഡ്രജൻ ഇല്ലല്ലോ. അപ്പം ഇവിടെ ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ടോട്ടൽ 2 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. കാർബോകേറ്റയോൺ ഇതാണ്, ഇതും ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്.
രണ്ടിലും 2 ഹൈഡ്രജൻ വെച്ചുണ്ട്. അതായത് ടോട്ടൽ 4 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. കാർബോകേറ്റയൻ ആണ്. ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ടോട്ടൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 5 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഇതാണ്. 4 ഓപ്ഷനിൽ ഇതിന് ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള ഇതാണ് സ്റ്റേബിൾ. ക്വസ്റ്റ്യൻ നോക്കുക, അറേഞ്ച് ചെയ്യാനാണ് സ്റ്റെബിലിറ്റി വെച്ച്. ഫസ്റ്റ് നോക്കുക, ഇതൊരു കാർബോകേറ്റയൻ ആണ്. ഈ കാർബോകേറ്റയനിൽ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ഉള്ള ഈ കാർബൺ ആൽഫ കാർബൺ ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബണിൽ 2 വേറെ CH3 ഗ്രൂപ്പും കൂടെ അറ്റാച്ച്ഡ് ഉണ്ട്. രണ്ടും ആൽഫ കാർബൺ ആണ്. രണ്ടിലും 3 ഹൈഡ്രജൻ വെച്ചുണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? 6 ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. 6 ആൽഫ ഹൈഡ്രജൻ. 6 + 2 8 ആൽഫ ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്. ഈ കാർബോകേറ്റയൻ നോക്കുക, ഈ കാർബോകേറ്റയനിൽ ഡയറക്റ്റ്ലി 3 CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഉണ്ട്. 3 ആൽഫ കാർബൺ ആണ്. അതിലുള്ള 3 ഹൈഡ്രജനും, അതായത് 3 × 3 ഹൈഡ്രജനും ആൽഫ ഹൈഡ്രജൻ ആണ്. അതായത് 9 ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ഈ കേസ് നോക്കുക, അവിടെ C+ കാർബോകേറ്റയൻ, ഈ ഹൈഡ്രജൻ കൂട്ടേണ്ട ആവശ്യമില്ല. ഈ കാർബൺ ആൽഫ കാർബൺ ആണ്. അതിലുള്ള ഹൈഡ്രജനും എല്ലാം ആൽഫ ഹൈഡ്രജൻ ആണ്. എത്ര CH3 ഗ്രൂപ്പ് ഉണ്ട്? 2 ഗ്രൂപ്പ് ഉണ്ട്. അതായത് 3 × 2 6 ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. കാർബോകേറ്റയൻ ഈ ഹൈഡ്രജൻ കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം അത് ആൽഫ ഹൈഡ്രജൻ അല്ല, കൂട്ടണ്ടെന്നാണ്. അപ്പോൾ ഈ CH3, ഈ കാർബൺ ആൽഫ കാർബൺ ആണ്. അതിലുള്ള ഹൈഡ്രജനും ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ആൽഫ കാർബൺ ഇല്ല, എന്നിട്ടുണ്ട് ആൽഫ ഹൈഡ്രജൻ വരാൻ. ഇവിടെ ആൽഫ കാർബണേ ഇല്ല. അപ്പോൾ ഒന്നും 0 ഇല്ല. 0 ആൽഫ ഹൈഡ്രജൻ. അറേഞ്ച് ചെയ്യും. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഏതായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ 1 2 1. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി 3. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി 2-നാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. അത് കഴിഞ്ഞിട്ട് 1. അത് കഴിഞ്ഞിട്ട് 3. ഓക്കെ, നോക്കൂ, ഓപ്ഷൻ നോക്കൂ. 2 1 3 2 1 3 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നാലാമത്തെ കൂടെ നോക്കണം. 2i 1i 3i. ഈ 4-ന് 5 ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ചെയ്താൽ 4 ആണ് കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ആൽഫ ഹൈഡ്രജൻ യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടോപ്പിക് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീരീസിലുള്ള ബാക്കി വീഡിയോസും കാണുക. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു.